ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടികയുടെയും റിനോ ആന്റോയുടെയും സർക്കാർ ജോലിക്കുള്ള അപേക്ഷ തള്ളിയത് കായിക നേട്ടങ്ങൾ ഇല്ല എന്ന പേരിൽ. അപേക്ഷ വൈകിയെന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റ് എന്നതിനും കൂടുതൽ രേഖകൾ പുറത്ത്. അപേക്ഷകൾ പരിശോധിച്ച് പ്രാഥമികമായി തന്നെ തള്ളിയെന്നാണ് സംസ്ഥാന യുവജന കമ്മീഷന് പൊതുഭരണ വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അപേക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് താരങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കായിക മന്ത്രിയുടെ പ്രതികരണം എന്താണ് എന്ന്. അപേക്ഷ നൽകാൻ വൈകി എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്നല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്? അമൃത, തീർച്ചയായും ഇതിൽ മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം മന്ത്രി പറഞ്ഞത് കൃത്യസമയത്ത് അല്ലെങ്കിൽ കൃത്യമായ ഉചിതമായ സമയത്ത് ജോലിക്ക് അപേക്ഷിച്ചില്ല, ആ കാലാവധിക്കുള്ളിൽ അപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. അനസ് എടത്തൊടിക ജോലിക്ക് അപേക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ കൈവശമിരിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹം നൽകിയിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് 14/6/2021 2021 ജൂൺ മാസം 14-ാം തീയതിയാണ് അനസ് എടത്തൊടിക അപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ മാർച്ച് മാസം വരെ ഉണ്ടായിരുന്ന അപേക്ഷ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ മാസം 15-ഉം ഒപ്പം നേരിട്ട് സമർപ്പിക്കാനുള്ള തീയതി ജൂൺ മാസം 22-ഉം ആക്കി മാറ്റിയിരുന്നു. അതായത് ഓൺലൈൻ അപേക്ഷിക്കുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് അനസ് നൽകിയ അപേക്ഷയാണ്, അതിൻ്റെ കോപ്പിയാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മന്ത്രി പറഞ്ഞത് ഈ കാര്യം കൊണ്ടാണ്, അതായത് കൃത്യമായ സമയത്ത് അപേക്ഷ നൽകാത്തത് കൊണ്ടാണ് നിയമനം നൽകാനാവാത്തത് എന്നാണ് പറഞ്ഞത്. ഇത് സംസ്ഥാന യുവജന കമ്മീഷൻ 2 താരങ്ങൾക്കും നൽകിയ കത്തിൻ്റെ കോപ്പിയാണ്. ആ കോപ്പിക്കകത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്ന വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. പരാതിക്കാരായ അനസ് എടത്തൊടിക, റിനോ ആന്റോ എന്നിവർ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. അപേക്ഷകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. വിജ്ഞാപനത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കായിക നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. വിജ്ഞാപനത്തിൽ വിജ്ഞാപനത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കായിക നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതായത് ഇവർക്ക് ജോലി നൽകാനുള്ള കായിക നേട്ടങ്ങൾ മാനദണ്ഡ പ്രകാരം, സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം അങ്ങനെയുള്ള കായിക നേട്ടങ്ങൾ ഈ 2 താരങ്ങൾക്കുമില്ല. 22 തവണ ഇന്ത്യൻ ജേഴ്സി അറിഞ്ഞ അനസ് എടത്തൊടിക, 9 തവണ ഇന്ത്യയുടെ സീനിയർ ടീമിന്റെ കുപ്പായമണിഞ്ഞ റിനോ ആന്റോ എന്നിവർക്ക് കേരളത്തിൽ വിജ്ഞാപനത്തിലെ മാനദണ്ഡ പ്രകാരം കായിക നേട്ടങ്ങൾ ഇല്ല എന്ന് വിലയിരുത്തുന്നു. മാത്രമല്ല വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള യോഗ്യതകൾ ഇല്ലാത്തതിനാൽ ഇവർ 2 പേരുടെയും അപേക്ഷകൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ നിരസിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പൊതുഭരണ വകുപ്പ്. അപേക്ഷ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി അത് തെറ്റായി തന്നെ നമ്മൾ കാണേണ്ടി വരും. കാരണം അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പ്രതികരണം കൂടി നമുക്ക് കാണണമല്ലോ. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞൊന്ന് കാണാം. അനസ് എടത്തൊടികയും റിനോ ആന്റോയ്ക്കും സർക്കാർ ജോലിക്കുള്ള അപേക്ഷ സംബന്ധിച്ച TV ഇബ്രാഹിം MLA യുടെ ചോദ്യത്തിനായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. ആ പ്രതികരണം കേൾക്കാം.